ആദരിക്കേണ്ടതിനോട് അനാദരവാണ് കാണിക്കുന്നതെങ്കിലോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അള്ളാഹു ആദരിച്ചതിന്, അള്ളാഹു പരിഗണിച്ച മാസങ്ങളെ നിങ്ങൾ അവഗണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശാഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം. സൂറത്ത് മായിദയുടെ 2-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? സൂറത്ത് മായിദയുടെ 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ തുഹില്ലൂ ശാഇറല്ലാഹ്, അല്ലാഹുവിന്റെ ശിആറുകൾക്ക്, ചിഹ്നങ്ങൾക്കൊരാദരവുണ്ട്, അത് നിങ്ങൾ ഇല്ലാതെയാക്കരുത്. അല്ലാഹു ആദരിച്ചതിനെ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, അല്ലാഹു ആദരിച്ച മാസങ്ങളെയും നിങ്ങൾ നിസ്സാരമാക്കരുത്, അതിനോട് അനാദരവ് കാണിക്കരുത്. അതിനൊക്കെ തൗഫീക്ക് കിട്ടണം. അല്ലാഹു ആദരിച്ച ദിവസങ്ങളെ ആദരിക്കാനുള്ള തൗഫീക്ക് എല്ലാവർക്കും അല്ലാഹു നൽകൂല എന്ന് ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ അൽഹംദുലില്ലാ നമുക്കൊക്കെ അല്ലാഹു ഇങ്ങനെയൊക്കെ പങ്കെടുക്കാൻ ഒരു തൗഫീക്ക് തന്നല്ലോ. ഇതിനൊക്കെ ഒരു ഖബൂലിയത്ത് അല്ലാഹു നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. ഇതിനൊക്കെ ഒരു സ്വീകാര്യത അല്ലാഹു നൽകട്ടെ. ചില ആളുകൾ പുണ്യപ്പെട്ട ചില ദിവസങ്ങളെ അവഗണിക്കുന്നത് കാണാം. അവരതിന് വലിയ മഹത്വമൊന്നും കൽപ്പിക്കൂല. അതൊരു തൗഫീക്ക് കിട്ടാതിരിക്കലാണെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തണമെങ്കിൽ പിന്നെ ഇമാം ഗസ്സാലി തങ്ങളെക്കാൾ വലിയൊരാൾ ലോകത്ത് വരണ്ടേ? ഇമാം ഗസ്സാലി തങ്ങൾക്ക് ശേഷം ഇമാം ഗസ്സാലി തങ്ങളെക്കാൾ വലിയൊരാളാരാ? ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസ്സാലി തങ്ങൾ രേഖപ്പെടുത്തിയതാണ്, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഇലാഹായ റബ്ബ് ഇദാ അഹബ്ബ അബ്ദാ, ഒരു അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അബ്ദാ, ഒരു അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്തഅമലഹു, ആ അടിമക്ക് അല്ലാഹു അവസരം നൽകുന്നതാണ്, ഫിൽ ഔഖാത്തിൽ ഫാളില, ശ്രേഷ്ഠമായ സമയങ്ങളിൽ, ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ, ബിഫവാലിൽ അഅമാൽ, ശ്രേഷ്ഠമായ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കുന്നതാണ്. ഒരടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ആ ദിവസത്തിൽ പുണ്യപ്പെട്ട അമലുകൾ ചെയ്യാൻ അല്ലാഹു അവന് തൗഫീഖ് കൊടുക്കും. ആ പണി അല്ലാഹു അവനെ ഏൽപ്പിക്കും. അവൻ അതുമായിട്ട് കഴിഞ്ഞുകൂടും. എന്നാൽ ഒരടിമയോട് റബ്ബിന് വെറുപ്പാണെങ്കിൽ അയാളുടെ കാര്യത്തിൽ അല്ലാഹു എടുക്കുന്ന തീരുമാനം ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളില ബിസയ്യിൽ അഅമാൽ, ശ്രേഷ്ഠമായ സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളുമൊക്കെയും വേണ്ടാത്ത പ്രവർത്തനങ്ങളുമായി, കേവലം ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമായി അവനങ്ങ് കഴിഞ്ഞു പോകുന്നതാണ്. ആ ദിവസത്തിൽ ചെയ്യേണ്ട അമല് ചെയ്യാൻ അവന് തൗഫീഖ് ഉണ്ടാവില്ല, ചൊല്ലേണ്ട ദിക്ർ ചൊല്ലില്ല, അതിനുള്ള അവസരം അവന് ലഭ്യമാവുകയില്ല. പടച്ചോനെ ഈ നന്മയൊക്കെ അല്ലാഹു നിലനിർത്തി തരട്ടെ, തൗഫീഖ് അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ ഒരു നല്ല ദിവസം, ഇപ്പൊ മുഹറം 10 വന്നു, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ മുഹറം 10 ഇൻഷാ അല്ലാഹ് എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്നൊരു കരുത്തും അതിനുള്ള ശ്രമവും ഒരാളിൽ നിന്നുണ്ടായാൽ അത് അല്ലാഹു അയാൾക്ക് ഒരു പവിത്രത കണക്കാക്കിയിട്ടുണ്ടെന്നും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെട്ടയാളാണ് അയാൾ എന്നതിനും തെളിവാണെന്ന് ഇമാം ഗസ്സാലി തങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കൂല, അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. എന്ത് മുഹറം 10, എന്താണ് ഇതിന്റെ പ്രത്യേകത, അതൊക്കെ വെറുതെയാണ്, എനിക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവൻ അവന്റെ പണിയുമായിട്ട് പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവനാ സമയത്ത് മോശപ്പെട്ട അമലുമായി കഴിഞ്ഞുകൂടും. അല്ലാഹു അതിനാണ് അവനെ നിയോഗിക്കുന്നത്.
ലിയകൂന ദാലിക അതുകൊണ്ട് ഉണ്ടാകുന്നതെന്താ ഔജഅ ഫീ ഖാബിഹി വഅശദ്ദ ലിമഖ്തിഹി ലിഹിർമാനിഹി ബറകത്തൽ വഖ്തി വന്തിഹാകിഹി ഹുർമത്തൽ വഖ്തി സമയത്തിന്റെ ഹുർമത്തിനെ പിച്ചിച്ചീന്തിയ കാരണത്താൽ അല്ലാഹു ആദരിച്ച ദിനരാത്രങ്ങളുടെ മഹത്വത്തെ ഉൾക്കൊള്ളാതെ അതിനെ നിന്ദിച്ച കാരണത്താൽ അവന്റെ ശിക്ഷയുടെ കാഠിന്യം കൂടുകയായിരിക്കും. അതിന്റെ ഫലമായി ഉണ്ടാകുന്നത് ആരാ എഴുതി വെച്ചത്? ഇമാം ഗസ്സാലി തങ്ങളാണ്. എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഇഹ്യയിലാണ്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ഇൻഷാ അല്ലാഹ് ദുആയിലായി കഴിഞ്ഞുകൂടണം. ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണം. അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരാൻ അവസരം കണ്ടെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. നാളെ മുഹറം 9 മുഹറം 10 മാത്രല്ല 9 നോമ്പെടുക്കൽ സുന്നത്താണ്. ഈ ഇടയ്ക്കുള്ള നോമ്പൊക്കെ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് അതൊരു വലിയ പൊല്ലാപ്പായിട്ട് തോന്നും. അതിനൊന്നും അങ്ങനെ അവർ വലിയ താല്പര്യം കാണിക്കൂല. റമദാനിലൊക്കെ നോമ്പെടുക്കും, ഇടയ്ക്കൊക്കെ ഒരു നോമ്പെടുക്കുമ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാണ്ട് ഒഴിവാക്കുന്നൊരു സ്വഭാവം ചിലർക്കെങ്കിലും ഉണ്ട്. മുഹറം 9 10 നോമ്പെടുക്കാൻ നമുക്ക് നിയ്യത്ത് ചെയ്യാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 10 മാത്രല്ല 9. എന്തേ 9 നോമ്പെടുക്കാൻ കാരണം? മക്കം ഫത്ഹ് കഴിഞ്ഞ് രണ്ടാമത് മുത്ത് റസൂല് മദീനയിൽ വന്ന് നോക്കുമ്പോൾ അന്ന് ജൂതന്മാരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്. ജൂതന്മാർക്കൊരു സ്വഭാവമുണ്ട്. അവര് അവരുടെ സൗകര്യത്തിന് വേണ്ടി ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. അങ്ങനെ സ്വഭാവം അവർക്കുണ്ട്. ഇപ്പൊ ആഷൂറ അവരുടെ എന്തെങ്കിലും ഒരു ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ് ആഷൂറ എങ്കിൽ തൽക്കാലം അവരെ ആഷൂറാന്റെ ഡേറ്റ് എന്ത് ചെയ്യും? മാറ്റും. അപ്പൊ റസൂലുള്ള ആദ്യ കാലഘട്ടത്തിൽ മദീനയിൽ കഴിഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ മുഹറം 10 ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടിട്ടില്ല. അവർ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തബ്ദീൽ ചെയ്യും, തഗ്യീർ ചെയ്യും. ഇതായിരുന്നു അവരുടെ രീതി. അങ്ങനെ മക്കം ഫത്ഹ് കഴിഞ്ഞ് മദീനയിൽ വന്ന് നോക്കുമ്പോൾ ആ ഒരു കൊല്ലത്തിൽ മുഹറം 10 അന്നു തന്നെ ഭവ്യതയോടുകൂടെ ജൂതന്മാരെല്ലാവരും നോമ്പെടുക്കുന്നത് റസൂലുള്ള മനസ്സിലാവണില്ലേ? റസൂലുള്ള കണ്ടു. അപ്പൊ ഹബീബ നബി തങ്ങൾ ചോദിച്ചു, എന്താപ്പത്? എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നോമ്പൊക്കെ ഉണ്ടല്ലോ, എന്തേ വിഷയം? ഹബീബ് അവരോട് ചോദിച്ചു, മാ ഹാദസ്സൗം, എന്താണ് ഇന്നു നിങ്ങൾക്ക് നോമ്പ്? ഫഖാലു, അവര് പറഞ്ഞു, ഹാദാ യൗമുല്ലദീ നജല്ലാഹു ഫീഹി മൂസാ വബനീ ഇസ്രായീല മിനൽ ഗരിഖ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് മുഹറം 10 ഞങ്ങളുടെ നേതാവ് മോശയെ നൈൽ നദിയിൽ നിന്ന് മോശയെയും ബനൂ ഇസ്രായേലികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 അതുകൊണ്ട് അതിന് നന്ദിയായിട്ട് നോമ്പെടുക്കാൻ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണം. അന അഹഖു ബി മൂസാ മിൻഹു മിൻകും, മൂസ നബിയോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ ബന്ധവും ബാധ്യതയും എനിക്കാണ്, എന്റെ സമുദായത്തിനാണ്. 50 വഖ്തുണ്ടായിരുന്ന നിസ്കാരം 5 വഖ്താക്കാൻ അതിന്റെ ഇടയിൽ പ്രവർത്തിച്ച ആളാരാ? മൂസാ നബിയാണ്. ഞങ്ങൾ വലിയ ബന്ധത്തിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഫഅമറൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബഹു ബിസ്സൗം, സഹാബിമാരോടൊക്കെ നോമ്പെടുക്കാൻ റസൂലുള്ള നിർദ്ദേശിക്കുകയും മുത്തുനബി ഒരു കാര്യം പറയുകയും ചെയ്തു, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലാ സൂമന്നത്താസിഅ, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 10 മാത്രമല്ല 9 കൂടെ ഞാൻ നോൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ റസൂലുള്ളാഹി വഫാത്തായി. സഹാബികളൊക്കെ ആ കാര്യം ഏറ്റെടുക്കുകയും ചെയ്തു. അത് മുഖാലഫത്തുൽ യഹൂദ്, കേവലം ഒരു ഇബാദത്ത് മാത്രമല്ല, യഹൂദികളുടെ രീതിയോട് എതിരാവുക എന്നതുകൂടി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഒരാൾക്ക് മുഹറം 9 നോൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതേ കൂലി കിട്ടും മുഹറം 10 കഴിഞ്ഞിട്ട് 11. മനസ്സിലാവണില്ലേ? 10 കഴിഞ്ഞിട്ട് 11 നോറ്റാലും ആ കൂലി കിട്ടും. കാരണം യഹൂദികളെ പോലെയാവരുത്, ഒരു മാറ്റം ഉണ്ടാവണം, ഇബാദത്ത് കൂടി കിട്ടണം. അതിനു വേണ്ടിയാണിത്. മുഖാലഫത്തുൽ യഹൂദ് വലിയ വിഷയമാണ്. നമ്മളുടെയൊക്കെ മൊത്തത്തിൽ ഈ സമുദായത്തിന്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം യഹൂദികളോടും നസാറാക്കളോടും ഇത്തിബാഅ് ചെയ്യലാണ്, ഫാഷനിൽ അവരെ പിൻപറ്റി പോകലാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.